വി എം സുധീരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി എം സുധീരൻ, പ്ലാൻ ബി എന്താണ് എന്ന് ധനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നിരുന്നു, പൊതുജന മധ്യത്തിൽ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ബാറുകളുടെ എണ്ണം കൂട്ടി 801 എന്ന സർവകാല റെക്കോർഡിൽ എത്തിച്ചുകൊണ്ട് പ്ലാൻ ബി എന്താണെന്ന് വ്യക്തമാക്കുകയാണ് പിണറായി സർക്കാർ. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ജനദ്രോഹപരവും ബുദ്ധിശൂന്യവുമായ തീരുമാനമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം 29 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സർക്കാരിന്റെ മദ്യനയം ത്തിന്റെ അടിസ്ഥാനത്തിൽ അവരത് വ്യാപകമാക്കി ഇപ്പോൾ ഏതാണ്ട് 1000-ലധികം ബാറുകൾ ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോ ഈ ബാറുകളുടെ എണ്ണമൊന്നും കൃത്യമായിട്ട് ആരെയും അറിയിക്കുന്നില്ല. നേരത്തെ ഒരു ബാർ അനുവദിച്ചാൽ അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കാണിച്ചിരുന്നു. ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ അതൊന്നും കാണിക്കുന്നില്ല. ഒട്ടും സുതാര്യതയില്ലാതെയാണ്, ഒരു രഹസ്യ അജണ്ടയായിട്ടാണ് ഇതൊക്കെ അനുവദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് ഭരണാധികാരികൾ തെല്ലും വ്യാകുലരല്ല, അവർക്ക് ആശങ്കയില്ല എന്ന് കാണുന്നത് തന്നെ ജനങ്ങളോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ്. കാരണം കേരളം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ലഹരിയുടെ പിടിയിലാണ്. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപകമാകുമെന്നായിരുന്നു സർക്കാരിന്റെ ഇതേവരെയുള്ള പ്രചരണം. ഇപ്പൊ മദ്യശാലകൾ വ്യാപകമായപ്പോൾ അതേ സമയത്ത് തന്നെ മയക്കുമരുന്നും അതിനേക്കാൾ അപ്പുറത്ത് വ്യാപകമായി വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജനങ്ങളെ കുടിപ്പിച്ചേ അടങ്ങൂ, ജനങ്ങളെ ലഹരിയിലേക്ക് തള്ളിവിട്ടേ അടങ്ങൂ എന്ന വളരെ തെറ്റായ ഒരു നയവും സമീപനവുമാണ് ഈ സർക്കാരിൻ്റെത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ ലോക്ക്ഡൌൺ കാലം 64 ദിവസം മദ്യമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുമെന്ന് ബോധ്യപ്പെടുത്തിയ കാലമാണ്. അന്ന് എല്ലാ മദ്യശാലകളും അടഞ്ഞു കിടന്നു. ആദ്യത്തെ 1-2 ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ മറ്റു യാതൊരു പ്രശ്നവുമില്ല. 64 ദിവസം മുന്നോട്ട് പോയി. അപ്പൊ ജനങ്ങൾക്ക് മദ്യം ഒരു അവശ്യ വസ്തുവല്ല. അതേ സമയത്ത് സർക്കാരിന്റെ വരുമാനം കൂട്ടുക, അതുപോലെ മദ്യലോബിയെ സഹായിക്കുക, അതുപോലെ തന്നെ ജനങ്ങളുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കുക, കർമ്മശക്തിയെ ഇല്ലാതാക്കുക. ആ തരത്തിൽ കേരളത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് പിണറായി സർക്കാർ നയിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി സർക്കാർ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു. അതിന്റെ കെടുതികൾ അനുഭവിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാകുന്ന ഒരു തലത്തിലേക്കാണ് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആ ഒരു നിഷ്ക്രിയതയാണ് സർക്കാർ അവരുടെ ഏറ്റവും വലിയ ബലമായി കാണുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കുറെ കൂടി ശക്തമായി ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ജനതാല്പര്യമുള്ള സംവിധാനങ്ങളും സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ തെറ്റായ മദ്യവ്യാപന നയത്തിനെതിരെ, ലഹരി വ്യാപന നയത്തിനെതിരെ ശക്തമായി പോരടിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വി എം സുധീരൻ, ഈ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ബാറുകൾ അനുവദിക്കുന്നു എന്നതാണ് ഈ പിണറായി സർക്കാരിന്റെ ന്യായീകരണം. അതായത് ഈ പിണറായി ടൂറിസവും മദ്യവ്യാപനവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം. നമുക്കറിയാം, ഇവിടെ ബാറുകൾ അടച്ചുപൂട്ടിയ കാലം 2014, 15, 16 കാലഘട്ടത്തിലെ ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിക്കൂ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അന്ന് അതിനു മുമ്പ് മദ്യശാലകൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കേരളത്തിലേക്ക് വന്നിരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും അവരുടെ എണ്ണം പരിശോധിക്കട്ടെ. ബാറുകൾ ഇല്ലാതെ പോയപ്പോൾ എണ്ണം കൂടുകയാണ് ചെയ്തത്, ഒരു സംശയമില്ല. മദ്യത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാനുണ്ടായത്, അല്ലെങ്കിൽ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാനുണ്ടായത് ആ കാലത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം സർക്കാരിന്റെ കള്ളക്കളിയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് കേരളം കാണാനാണ്, കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാണ്, അല്ലാതെ ഇവിടെ വന്ന് മദ്യപിച്ച് കൂത്താടാനല്ല എന്ന കാര്യം ഇനിയെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ സർക്കാർ ഓർക്കേണ്ടതാണ് എന്ന് അവരെ ഒരിക്കൽ കൂടി അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ വി എം സുധീരൻ പ്രതികരിച്ചതിന്.